സോ ഖലീഫ നിങ്ങൾ കാണാൻ പോവുകയാണെങ്കിൽ നല്ല മികച്ചൊരു സിനിമയാണ്. ഞാൻ സ്പോയിലർ ഫ്രീ ആയിട്ടുള്ള റിവ്യൂ ആണ് ഇതിൻ്റെ പറയാനായിട്ട് പോകുന്നത്. അടിപൊളി ഒരു ആക്ഷൻ ത്രില്ലർ പടമാണ് ഖലീഫ എന്ന് പറയുന്നത്. റിട്ടൺ ബൈ വൈശാഖ്, അതുപോലെ തന്നെ ഡയറക്റ്റഡ് ബൈ വൈശാഖ്, അതുപോലെ റിട്ടൺ ബൈ ജിഷ്ണു വി. പിന്നെ ഇതിൻ്റെ ക്യാമറ ആംഗിളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഓരോരോ ഷോട്ടും കാര്യങ്ങളും ഫ്രെയിമും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നേരെ പടവും കണ്ട് നേരെ വന്നിരിക്കുകയാണ്. വേറെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നേരെ വന്നിരുന്നിട്ട് അതിൻ്റെ ഒരു മൂഡിലാണ് ഞാൻ ഈ ഒരു ഒപ്പീനിയൻ പറയുന്നത്. ഒരുപാട് ഞാനിപ്പം വീഡിയോ ചെയ്യാനിരിക്കുന്നതിന് മുമ്പായിട്ട് മറ്റു കുറച്ച് ട്രോളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ പലരും പല ഒപ്പീനിയനാണ് പറയുന്നത്. രസമില്ല, മിക്സ്ഡ് അഭിപ്രായം, അടിപൊളിയാണ്, പല ഒപ്പീനിയനാണ് പറയുന്നത്. ഞാൻ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, റിവ്യൂ പറയുന്ന സമയത്ത് നല്ലൊരു കാണാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം മികച്ചൊരു സിനിമ എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയണമെന്ന് വിചാരിച്ചതാണ്. സോ നിങ്ങളിത് ഷോർട്ട് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ റീലായിട്ടായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട്, യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കും. യൂട്യൂബ് ഷോർട്സ് ആയിട്ടാണെങ്കിൽ ഇവിടെ ലിങ്ക് ഉണ്ടാവും. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങളടുത്ത് പറയാനുള്ളത്, ഈ ഒരു മൂവി ഒരുപാട് പേര് രസമില്ല എന്ന് പറയുന്നുണ്ട്. അത് എന്തിൻ്റെ ബേസിലാന്ന് എനിക്ക് പറയുന്നില്ല. ക്ലീഷയാണ്, പഴയ മോഡൽ കഥയാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഓഡിയൻസ് അതിന് വലിയൊരു കാരണമായി തീരുന്നു. നമ്മൾ കാണുന്ന ഓഡിയൻസ് യൂത്തിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ നമുക്കൊരു എനർജി പ്രത്യേകം കയറാനായിട്ടുണ്ട്. ഞാൻ കണ്ടത് ഭൂരിഭാഗം യൂത്തിൻ്റെ കൂടെ ആയിരുന്നു. ഫുള്ള് തിയേറ്റർ മൊത്തം പൂരപ്പറമ്പെന്ന് പറയേണ്ട വരും. കൂക്കലും വിളിക്കലും. ഞാൻ ഷൂട്ട് ചെയ്തില്ല. കൂക്കലും വിളിക്കലും, കയ്യിൽ മറ്റേ ഇതൊന്നുമില്ല, കടലാസ് പേപ്പറൊന്നും ഇല്ലാതായിപ്പോയി വലിച്ചെറിയാൻ. അമ്മാതിരി ഒരു പടമാണ് ഖലീഫ എന്ന് പറയുന്നത്. തുടക്കത്തിലുണ്ടല്ലോ വലിയൊരു രസമായിട്ട് നമുക്ക് തോന്നത്തില്ല. ഇങ്ങനെ ഒരു മോഡറേറ്റ് ലെവലിൽ ഇങ്ങനെ പോകും, എന്നാലും ആർപ്പ് വിളിക്കാനും അതുപോലെ തന്നെ എൻജോയ് ചെയ്യാനും ഒരു വൈബായിട്ടുള്ളൊരു സംഭവങ്ങളൊക്കെ ഓൾമോസ്റ്റ് കുറേയൊക്കെ കയറി വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ വല്ലാതെ ഇമോഷണലി അങ്ങ് കണക്റ്റ് ആയി പോകുന്നൊരു ഭാഗമുണ്ട്. എൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുക. ഞാനിങ്ങനെ തോണ്ടി നോക്കി, ഇങ്ങനെ വിളിച്ചു നോക്കി, സംഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ ചോദിക്കാൻ വിളിച്ചു. ഒരു ഇതില്ല, ഒരനക്കമില്ല, കൈ തട്ടി മാറ്റുക. ആ ഒരു ലെവലിൽ നിശ്ചലമായിട്ട് ഇങ്ങനെ ഇരുന്ന് കാണുക. അതായത് ആ ഒരു സമയത്ത് ഒരു ഫൈറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു സ്പോയിലർ ഫ്രീ ആണ്. ആ ഫൈറ്റ് സിനിമേൻ്റെ ഓൾ റൗണ്ട് ഞാൻ പറയാം. പൃഥ്വിരാജിന്റെ ഫൈറ്റുകളുണ്ട്, അതുപോലെ വേറെ കുറെ അധികം ക്യാരക്ടർ മോഹൻലാൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അതൊക്കെ ഗംഭീരമാണ്. പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഒരിക്കലും ഇതിന്റെ സ്പോയിലർ ഫ്രീ ആയിട്ടുള്ള റിവ്യൂ കാണുന്നതിന്റെ പ്രശ്നമില്ല. പക്ഷെ ഇതിന്റെ സ്റ്റോറി, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ സ്റ്റോറി ഞാൻ ഈ അടുത്ത് മറ്റേ നമ്മുടെ ഹാപ്പി ബി ഹാപ്പി റിലീസായ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എറണാകുളം ഒരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം. അവൻ ഇതിൻ്റെ സ്റ്റോറിയൊക്കെ കണ്ടിട്ട് എന്തിനാ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഈ കഥാപാത്രം ഏത് കഥാപാത്രം വരുന്നത് എങ്ങനെയാണെന്നൊക്കെ ചിലവന്മാരെടുത്തിട്ട് സ്റ്റോറി ഇട്ടേക്കുന്നു. അതും കണ്ടിട്ട് ഇവൻ എന്തിനാ സിനിമ കാണാൻ പോകുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ സത്യത്തിൽ ഏകദേശം ഒരു മിഡ് റേഞ്ച് മുൻപിലേക്കാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. അത്രയും ഫില്ലായിരുന്നു. ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്തില്ല. നമ്മുടെ തിയേറ്ററിലൊന്നും അത്ര ഫുള്ളാവാറില്ല, എൻ്റെ നാട്ടിലുള്ള അത്ര ഫുള്ളാവാറില്ല. ഇത്രയും തിരക്കുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതുകൊണ്ട് ബുക്ക് ചെയ്യാണ്ടാണ് ഞാൻ പോയത്. എന്നിട്ടും ആ ഒരു ഫ്രണ്ടിലിരുന്നിട്ടും എനിക്ക് അത്ര നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. കാരണം ഇന്ന് തന്നെ എനിക്കിത് കാണണമെന്നുണ്ട്. നാളെ ഇപ്പം ബദ്ലഹേം, അത് ഓണത്തിൻ്റെ സിനിമ റിലീസ്, ഭയങ്കര സിനിമ, കുറേയധികം സിനിമകൾ കണ്ടു തീർത്താനായിട്ട് അതൊക്കെ കാണാനായിട്ടുണ്ട്. സമയമാണ് മെയിനായിട്ടുള്ളൊരു ഇതായിട്ട് വരുന്നത്. അപ്പം കം ടു ദി മാറ്റർ, സിനിമ നമ്മൾ കണ്ടിരുന്നാൽ അത് ലയിച്ചു പോകും. പിന്നെ കുറേ പേര് പറയുന്ന രസമില്ല കാര്യങ്ങൾ, അതെനിക്ക് ഞാൻ വീണ്ടും പറയാണ്, ഓഡിയൻസിൻ്റെ പ്രശ്നമായിരിക്കും. നമ്മൾ കാണുന്ന ഓഡിയൻസ് നല്ല അടിപൊളി എൻഗേജിങ് ആയിട്ട് ഭയങ്കര ശബ്ദം കോലാഹലൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരു വൈബിലിരുന്ന് കണ്ടാലേ ഈ പടം എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ ഇങ്ങനെ പോപ്കോണും കഴിച്ച് ആ ഒരു ലെവലിൽ ഇങ്ങനെ മലർന്നിരുന്ന് കാണേണ്ട ഒരു സിനിമയല്ല ഖലീഫ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ മാത്രമേ പറയുന്നുള്ളൂ. പലരും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പഴയ ഫീൽഡ് ഔട്ടായ സിനിമയാണ്, കഥ സ്റ്റോറി അങ്ങനെയുള്ളൊരു സ്റ്റോറിയാണ്. ഫീൽഡ് ഔട്ടായ സ്റ്റോറി തന്നെയാണ്, പക്ഷേ അതിൽ ഒരുപാടധികം പുതിയ എലമെൻറ്റ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ക്യാമറ ഷോട്ടുകൾ, ഓരോ ഷോട്ട് ക്യാമറ ടീം നല്ല രീതിയിൽ എഡിറ്റിങ്ങും അതിൽ വന്നിട്ടുണ്ട്, നല്ല പോലെ വർക്ക് ചെയ്തിട്ടുണ്ട് ആ സംഭവം. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര. പിന്നെ രാജുവേട്ടൻ്റെ അഭിനയം, സത്യം പറയാലോ, രാജുവേട്ടൻ്റെ അഭിനയം ഗംഭീരമായിട്ട് തന്നെ ഉണ്ട്, അടിപൊളിയായിട്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് OTT വന്നാൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഫാമിലി ഓഡിയൻസിൻ്റെ ഇടയിലൊക്കെ പോയിരുന്നിട്ട് ഇങ്ങനെ നിശ്ചലമായിട്ടിരുന്ന് കാണുന്ന ഒരു ടീമാണ് നിങ്ങളെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റത്തേ ഇല്ല. ഉറപ്പായിട്ട് പറയാണ്, എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. യൂത്ത് യങ് ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്നിട്ട് ഒരു ഫാൻസ് ഷോ നടക്കുന്ന ഒരു വൈബ് കിട്ടുന്ന ഒരു ഓഡിയൻസിൻ്റെ ഇടയിൽ ഇരുന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ കൊടുത്ത പൈസ അത്രയും വേർത്ത് ആവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓരോരോ ക്യാരക്ടറൊക്കെ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ പൊന്നു പുറകുന്നൊരു കൂക്കലിങ് വരും, മുമ്പിലെത്തും. അത് പുറകോട്ട് ഒരു പിയാനോ വായിക്കുന്ന ഒരു ടൈപ്പിലാണ് ഈ സംഭവം. അതായത് ഇവിടുന്ന് തളരുമ്പോൾ പുറകോട്ടേക്ക് പോയിട്ട് കൂക്കുന്നു.
ഒന്നിക്കും ആ തിയേറ്ററിലുള്ള എല്ലാവർക്കും സിനിമ കണക്ട് ആയിട്ടില്ല എന്ന് പറയാം, ബാക്കിയുള്ളവരുടെ ഒരു സെൻസ് പറയുകയാണെങ്കിൽ. അല്ലെങ്കിൽ എല്ലാവർക്കും കൃത്യമായിട്ട് കണക്ട് ആയതുകൊണ്ടല്ലേ ആ രീതിയിലൊരു ശബ്ദവും ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. മോസ്റ്റ് ഓഫ് ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സിനിമ ഗംഭീര സിനിമയാണ്, കാണാതിരുന്ന നഷ്ടം തന്നെയാണ്, തിയേറ്ററിൽ പോയിട്ട് കാണാതിരുന്ന നഷ്ടം തന്നെയാണ്. പലരും പല ഒപ്പീനിയനും പറയും. നിങ്ങൾക്ക് മാർക്കോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മാർക്കോന്റെ അത്ര വയലൻസ് ഒന്നും ഇല്ല കേട്ടോ, മാർക്കോ ഇഷ്ടമാണ്, അതുപോലെ തന്നെ ചില ട്വിസ്റ്റ് ഒക്കെ ഇടക്ക് വരുന്നത് ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ പടങ്ങൾ ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒപ്പീനിയൻസിൽ നിങ്ങൾ പല സിനിമയും എൻ്റെ ഒപ്പീനിയൻസ് കണ്ടിട്ട് നിങ്ങൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഒരു ടേസ്റ്റുമായിട്ട് നിങ്ങൾ ഫെമിലിയർ ആണ്, തീർച്ചയായിട്ടും ഈ സിനിമ 100% നിങ്ങൾക്ക് വർക്കാവും. പക്ഷേ കൂടെ ഇരുന്ന് കാണുന്ന ഓഡിയൻസിന് നിങ്ങൾ കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യേണ്ടതായിട്ട്, ഐ മീൻ അവർ ഭയങ്കരമായിട്ട് ഈ സിനിമയെ മാറ്റർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ OTT-യിൽ ഇരുന്ന് കാണുന്ന ഒരു ഫീലിൽ, TV-യിലൊക്കെ ഇരുന്ന് കാണുന്ന ഒരു ഫീലിലാണ് ഇതിരുന്ന് കാണുന്നതെങ്കിൽ അത്ര ഒരു എൻജോയ്മെന്റ് ഉണ്ടാവില്ല, നോർമൽ ഒരു സ്ലോ രീതിയിൽ പോകുന്ന പോലെ തോന്നും. പക്ഷേ നമ്മൾ നല്ലൊരു ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയാണ്, രാജുവേട്ടൻ്റെ ആക്ടിങ് അടിപൊളിയായിട്ടുണ്ട്. വീണ്ടും അഗെയിൻ ആൻഡ് അഗെയിൻ എടുത്ത് പറയുകയാണ്, സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈറ്റ് സീൻ, ഞാൻ ഒന്നും അതിലൊരു സ്പോയിലർ ഒരു കാര്യമോ പറയുന്നില്ല, പക്ഷേ ആ ഒരു ഫൈറ്റ് സീൻ, ആ സിനിമ മൊത്തത്തിൽ, ഞാൻ ഫസ്റ്റ് ഹാഫ് വരെ ഞാൻ പറയാലോ സിനിമ പൊട്ടി എന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. പൊട്ടി ആ ഒരു ടൈപ്പ് അല്ല ഇത്, കൈൻഡ് ഓഫ് വർക്കാവും, പക്ഷേ ഓണത്തിന് എല്ലാവരും വരുന്നതുകൊണ്ട് വർക്കായി പോകുന്ന ഒരു സിനിമയായിരിക്കും ഞാൻ വെച്ചു. പക്ഷെ അങ്ങനെയല്ല കാര്യം. ഈ ഫസ്റ്റ് ഹാഫ് മൊത്തം സ്റ്റോറി ടെല്ലിങ് പോയിട്ടുള്ളത് സെക്കൻഡ് ഹാഫിൽ വലിയൊരു, ഞാൻ പൊട്ടിക്കട്ടെ എന്നൊക്കെ നിങ്ങൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവും, അതിനു വേണ്ടിയായിരുന്നു സംഭവം മൊത്തം ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. പടം പൊട്ടുകയല്ല ചെയ്തത്, സിനിമ ഗംഭീരമായിട്ട് അടിച്ചു കയറി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രാഫ്, ഈ ഒരു ലെവലിൽ പോകുന്ന ഗ്രാഫ് ഒറ്റയടിക്ക് കുത്തനെ മുകളിലേക്ക് പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പേഴ്സണലി. പിന്നെ അതുപോലെ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് മാത്രമാണിത്. ചെറിയ ലാഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ലാഗ് ഉണ്ട്, പക്ഷെ എനിക്ക് ഫീൽ ചെയ്യാത്തത് ഈ ഓഡിയൻസ് ഇതായത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓഡിയൻസ് നല്ല എൻഗേജിങ് ഓഡിയൻസ് ആയിരുന്നു, കാണുന്ന എല്ലാവരും. അതുകൊണ്ടാണ് എനിക്കത്, കുറച്ച് ഫാമിലിയും അതുപോലെ ബാക്കി എല്ലാ യൂത്ത് ആയിരുന്നു, കുറേ പെൺകുട്ടികളും കുറേ ആൺകുട്ടികളും എല്ലാവരും കൂടി ആർപ്പ് വിളിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ പാർട്ടി പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചെറിഞ്ഞ് അർമാദിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പിള്ളേരായിരുന്നു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. അത് തീർച്ചയായിട്ടും സിനിമയെ നല്ല രീതിയിൽ എൻഗേജ് ആക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയും. നിങ്ങൾ ഒരു സ്പോയിലറും കാര്യങ്ങളൊന്നും കാണാതെ നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. അതായത് എല്ലാവരും പോകുന്ന സമയത്ത് പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒറ്റയ്ക്ക് പോയിരുന്ന് അല്ലെങ്കിൽ തിരക്കൊഴിഞ്ഞ സമയത്ത് പോയിരുന്ന് കാണേണ്ട സിനിമയല്ല ഖലീഫ എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സിനിമ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. നല്ലൊരു സിനിമയാണ് ഖലീഫ, പോയിട്ട് മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഖലീഫ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പോയിട്ട് കാണുക. ലാലേട്ടൻ്റെ അഭിനയം എന്ന് പറയാനില്ല, ലാലേട്ടൻ്റെ എൻട്രി, കാരണം ലാലേട്ടൻ ഇതിന് ഒരു എൻട്രി മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ഒരു എൻട്രി ഒക്കെ ഭയങ്കരമായിട്ട് പൊലിപ്പിച്ചിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ വേറെ കുറേ ക്യാരക്ടേഴ്സ് വരുന്നതും ഓൾമോസ്റ്റ് ഗുഡ് സ്റ്റഫ്, നല്ലൊരു സംഭവമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ടതാണ്. തുടക്കത്തിൽ ഞാൻ വീണ്ടും പറയുന്നത്, തുടക്കത്തിലെ ഒരു ഫസ്റ്റ് ഹാഫ് വിലയിരുത്തി സിനിമയെ ജഡ്ജ് ചെയ്യരുത്. ആ ഫസ്റ്റ് ഹാഫിലായിരിക്കും ഇവരെല്ലാം റിവ്യൂ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. സെക്കൻഡ് ഹാഫ് നല്ലൊരു ഓഡിയൻസിൻ്റെ കൂടി ഇരുന്ന് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു മികച്ച എക്സ്പീരിയൻസ്. എനിക്ക് ലോക ഞാൻ കമ്പയർ ചെയ്യല്ല കേട്ടോ, ലോകയിൽ പിള്ളേർ കൂക്കിയൊരു കൂക്കലുണ്ടായിരുന്നു. ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, ആ ഒരു സമയത്തൊക്കെ ഞാൻ അതിൻ്റെ റിവ്യൂ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് കിട്ടിയ അതേ ഫീൽ ഇവിടെ എനിക്ക് വീണ്ടും ആക്റ്റീവ് ആവുന്ന പോലെ തോന്നി. കാരണം നിങ്ങൾക്ക് സിനിമ സെക്കൻഡ് ഹാഫിലേ ഉള്ളൂ, ഫസ്റ്റ് ഹാഫിൽ അത്രയില്ല. ഞാൻ വീണ്ടും പറയുന്നു, തീർച്ചയായിട്ടും കാണണ്ട. പിന്നെ അതിൻ്റെ BGM ഞാൻ പറയാൻ വിട്ടു, BGM പൊന്നു, ചില BGM ഒക്കെ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്വന്തമായിട്ടൊന്ന് ചാടാൻ തോന്നുന്ന ടൈപ്പുള്ള ഒരു BGM അതിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഒരു സോങ് വരുന്നുണ്ട്, ആ സോങ്ങിന്റെ പല്ലവി മീൻസ് തുടക്ക സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്കായി. പിന്നെ സോങ്ങിലേക്ക് ഡെപ്തിൽ കിടക്കുമ്പോൾ നോട്ട് വർക്കിംഗ് ശരിയാണ്, പക്ഷെ തുടക്കത്തിൽ ആ ഒരു പാട്ടിലേക്ക് എൻഗേജിങ് ആയിട്ട് വരുന്ന സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ സ്പോയിലർ അല്ല, എന്നാലും ഞാൻ പറയാം, ഞാൻ വിചാരിച്ചു പൃഥ്വിരാജിന്റെ വൈഫിന് എന്തെങ്കിലും പറ്റുന്ന ഞാൻ വിചാരിച്ചത്, പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അത് നല്ലൊരു ട്വിസ്റ്റ് ആയിരുന്നു. കാരണം ഞാൻ എല്ലാ ക്ലീശ സിനിമകളിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്, ഒരു ക്ലീശയായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സിനിമ തീർച്ചയായിട്ടും എൻ്റെ ഒരു വേ ഓഫ് തിങ്കിങ്ങിലാണ് ഇത് പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വർക്കാവില്ല. പക്ഷെ ഞാൻ വിചാരിച്ച പോലെയല്ല ഈ സാധനം പോയത്. മൊത്തത്തിൽ ഒരു തകിടം മറിഞ്ഞ രീതിയിൽ പോയി. പിന്നെ ഒരു സൂസൈഡ് ടൈപ്പ് ഓഫ് സംഭവം ഇതിൽ നടക്കുന്നുണ്ട്. അത് ഞാൻ എക്സ്പെക്ട് ചെയ്തതായിരുന്നു, അങ്ങനെ ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ അത് ചെയ്തു എന്നാണ് വിചാരിച്ചത്. പക്ഷെ ആ ഒരു സംഭവം നിങ്ങൾ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സംഭവം എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. അത് വേണ്ടിക്ക് മാർവലിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്നൊക്കെ പറയുന്ന പോലെ എൻഡിലൊരു സംഭവം അതിൻ്റെ ആയിട്ട് പ്രത്യേകം വെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കാണുക, നല്ലൊരു സിനിമ തന്നെയാണ്. അടുത്ത സിനിമ കാണണം. അടുത്ത സിനിമ തീർച്ചയായിട്ടും സമയം കിട്ടുന്ന പോലെ എൻ്റെ ഒപ്പീനിയൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം.